വെളിയിൽ നടക്കുന്ന ഈ PR വിഷയങ്ങൾ കൃത്യമായിട്ട് ഒരു എമൗണ്ട് സഹിതം അല്ലെങ്കിൽ ഇന്ന ആൾക്കെല്ലാം PR ഉണ്ടെന്ന് കൃത്യമായിട്ട് ബിന്നി പറയണമെങ്കിൽ ഉറപ്പായിട്ടും ബിന്നിക്ക് അതുപോലെ ക്ലാസ് എടുത്തിട്ടാണ് നൂബിൻ പോയേക്കുന്നത്. അനുമോൾക്ക് PR ഉണ്ടെന്ന് പറഞ്ഞ ബിന്നിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ളത്. അല്ലെങ്കിൽ ബിന്നി ഇത്രയും ദിവസമൊക്കെ അവിടെ നിന്ന് പോകുമോ? ഏറ്റവും വലിയ PR ആരാണ് അപ്പോൾ? ബിഗ് ബോസ് ആണ്. ബിഗ് ബോസ് ആണ് ഏറ്റവും വലിയ PR പണി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നൂബിനെ അകത്ത് വിട്ട് 3 ദിവസം കൊണ്ട് ബിന്നിക്ക് വെളിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ബിഗ് ബോസ് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിരുന്നു എല്ലാവർക്കും. ആർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ളത് എന്ന്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഇവിടെ PR ഉള്ളത് എന്ന്. എന്തായാലും ഏകദേശം എല്ലാവർക്കും PR ഉണ്ട്. ഈ പറയുന്ന എനിക്ക് PR അല്ലെ മറ്റൊരാൾക്ക് PR ഉണ്ടെന്ന് പറയുന്നവർക്കും PR ഉണ്ട്. അങ്ങനെ ബിന്നി പറഞ്ഞു അനുമോൾക്കെതിരെ. എന്നുവെച്ചാൽ അനുമോളും ബിന്നിയും ഈ പറഞ്ഞവരെല്ലാം ഒരു കമ്പനി ആണല്ലോ. എന്തായാലും ബിന്നി തന്നെ അനുമോൾക്കിട്ടൊരു പണി അങ്ങ് കൊടുത്തു. അനുമോള് 16 ലക്ഷത്തിന്റെ PR കൊടുത്തിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. ആദ്യമേ ഞാനൊരു കാര്യം പറയട്ടെ, അനുമോള് PR കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുമോള് ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. രണ്ടാമത്തെ കാര്യം, അനുമോള് PR കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നുമുണ്ട്. ബിന്നി പറയുന്നുണ്ട് PR കൊടുത്തിട്ടാണ് അനുമോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്, അതുകൊണ്ടാണ് അനുമോൾ നിന്ന് പോകുന്നതെന്ന്. പക്ഷെ ഈ ഗെയിം വെളിയിൽ നിന്ന് കാണുന്ന നമുക്കെല്ലാം അറിയാം അനുമോൾ എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന്. PR ബലത്തിൽ മാത്രമൊന്നുമല്ല, ഈ പറയുന്ന പോലെ എല്ലാവർക്കും അവിടെ PR ഉണ്ട്. എങ്ങനെയാണ് ഇതുവരെയും പറയാത്ത ബിന്നി ഇപ്പോൾ PR ഉണ്ട് എന്ന് പറയുന്നത്? മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ നൂബിൻ അകത്ത് പോയി. ആരാണ്? ഈ ബിന്നിയുടെ ഹസ്ബൻഡ് അകത്ത് പോയപ്പോൾ ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, A to Z കാര്യം 3 ദിവസം കൊണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വെളിയിൽ സംസാരം നടക്കുന്നുണ്ടല്ലോ ഈ PR കുറിച്ച്. അനുമോൾക്ക് ഇത്രയും PR ഉണ്ട്, അനീഷിന് ഇത്രയും PR ഉണ്ട്, മറ്റുള്ളവർക്ക് ഇത്രയും PR ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരം നടക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നൂബിൻ ബി അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത്രയും രൂപയുടെ PR ഉണ്ട്, അനുമോള് PR ബലത്തിലാണ് നിൽക്കുന്നതെന്നൊക്കെ. എന്തായാലും ബിന്നിയേക്കാൾ നല്ല ഗെയിമറാണ് അനുമോള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ PR കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അനുമോള് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ PR കുറിച്ച്. എന്തായാലും നമുക്ക് അതൊന്ന് കേൾക്കാം. ഞാൻ ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്ത് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴും പറയാം എനിക്ക് PR ഉണ്ട്. കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് PR വേണ്ട. കാരണം അനുമോൾ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേരിൽ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ വരെ എനിക്കുണ്ട്. അപ്പൊ അവരുണ്ട്, പിന്നെ എനിക്ക് കുറെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അത് മതി എന്ന് പറഞ്ഞ് നിന്നൊരു വ്യക്തിയാണ്. അപ്പോഴാണ് കുറെ പേര് പറഞ്ഞ് പറ്റത്തില്ല, ഇവിടെ വരുന്ന എല്ലാവർക്കും PR ഉണ്ട്. ഇതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് ഇപ്പൊ എൻട്രി കിട്ടി എന്ന് പറഞ്ഞ് ലെറ്റർ പോകുന്നതിന് മുമ്പേ, ബിഗ് ബോസ് ഹൗസിനകത്ത് നടക്കുന്ന കാര്യം അവിടെ എപ്പിസോഡിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ ലീക്കായിട്ട് ആൾക്കാർ നമ്മളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടെ ആരൊക്കെയാണ് ലിസ്റ്റിൽ ഉള്ളതെന്നും ആരൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാൻ പോകുന്നതെന്നും പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് എന്തായാലും ഈ പ്രമുഖമായ PRകൾക്കെല്ലാം ലഭിക്കും. അപ്പൊ PRകൾ എന്ത് ചെയ്യും? ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നവരെല്ലാം പോയി കാണും. ഓക്കെ, അങ്ങനെ കാണുമ്പോൾ അവര് പറയും, ഇവരോട് പറയുന്ന കാര്യങ്ങളാണ് ഈ അനുമോള് പറയുന്നത്. അപ്പൊ അനുമോള് പറയുന്നുണ്ട് എനിക്ക് PR ആവശ്യമില്ല, എനിക്ക് PR എന്താണെന്ന് കൂടി അറിയത്തില്ല, പക്ഷേ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരൊക്കെ വെളിയിലുണ്ട്, സത്യമാണ്. പക്ഷേ ആ PRകൾ വന്ന് സംസാരിച്ചപ്പോൾ കുറച്ചു പേര് പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അവര് പറഞ്ഞു PR ഇല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് നിമിഷമൊക്കെ ചിലപ്പോൾ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്നു പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്റെ ബാലൻസ് കേൾക്കാം. അപ്പൊ ഞാൻ പറയുന്നത് PRകൾ അവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. ആരാണ് അവിടെ പുണ്യാളന്മാരായിട്ട് പോയേക്കുന്നത്? ഈ പറയുന്ന എല്ലാവർക്കും PR ഉണ്ട്. ഒരാൾക്കെന്നല്ല, അവിടെ ഉള്ള ഈ കണ്ടസ്റ്റൻസ് ആരെല്ലാം പോയിട്ടുണ്ടോ, ആരെല്ലാം എവിക്റ്റ് ആയിട്ട് പോയിട്ടുണ്ടോ, ഇവരെല്ലാം പോയി PRകൾ കാണുകയും അവർ അത്യാവശ്യം ഒരു ഡീലിങ്സ് ഒക്കെ ആക്കിയിട്ടാണ് അകത്ത് പോയിരിക്കുന്നത്. ഞാൻ നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ PRകൾ ഉണ്ടായിരിക്കുന്നത് ഈ സീസണിലാണ്. ഇപ്പൊ PR ബലത്തിലാണ് പലരും നിന്നു പോകുന്നത്, ഗെയിം പോലും ഇല്ലാതെ. പല കണ്ടസ്റ്റൻസിന്റെയും PRകൾ ചിലപ്പോൾ ഒന്ന് തന്നെയായിരിക്കും. എന്നുവെച്ചാൽ ഈ കണ്ടസ്റ്റൻസ് ഒക്കെ അകത്ത് എന്തെങ്കിലും കാണിച്ചാലല്ലേ PRകൾക്ക് വെളിയിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റൂ. അകത്തൊന്നും കാണിക്കാതിരുന്നാൽ PRകളും ഇവിടെ ഇരുന്ന് ഉറങ്ങത്തേ ഉള്ളൂ, വെളിയിലിരുന്ന് ഉറങ്ങത്തേ ഉള്ളൂ. പക്ഷെ അനുമോളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അനുമോൾ അത്യാവശ്യം കണ്ടന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് PRകളാണെങ്കിലും വെളിയിരുന്ന് വർക്ക് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പോഴും ഞാൻ പറയുന്നു, അനുമോള് PR കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അതായിരുന്നു. പിന്നെ സ്വാഭാവികമാണ്, ഈ പറയുന്നത് പോലെ ഓട്ടോമാറ്റിക് ആയിട്ട് PRകൾ വന്ന് പറയും, അവർ പേടിപ്പിക്കും. ബിഗ് ബോസ് ഹൗസിനകത്ത് കയറുന്നതിന് മുമ്പ് ഇവർക്ക് തന്നെ ഒരു ഭയം ഉണ്ടാകും. അവിടെ എങ്ങനെ ആയിരിക്കും, ഞാൻ പോയാൽ നിൽക്കുമോ അല്ലെങ്കിൽ പോകുമോ, എങ്ങനെ കളിക്കണം, ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം അവരെ നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഒരു സപ്പോർട്ട്, അതാണ് ഇവിടെ അനുമോള് പറയുന്നത്. ലാസ്റ്റ് നിമിഷത്തില്
ലാസ്റ്റ് നിമിഷത്തിൽ അനു PR ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോവും, അതുകൊണ്ട് നിക്ക്, ഒരാളെ വെച്ചേക്ക്, ആവശ്യം വന്നു കഴിഞ്ഞാൽ PR വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഓക്കെ ശരി, അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ലാത്ത വ്യക്തിയാണ്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് മിസ് പറഞ്ഞു വേണം, വെച്ചേക്ക്, ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി, എങ്ങനെയാണ്. ചുരുക്കം പറഞ്ഞാൽ അനുമോൾ അവിടെ സമ്മതിച്ചിരിക്കുകയാണ് എനിക്ക് PR ഉണ്ട് എന്നുള്ളത്. അനുമോൾ സമ്മതിച്ചു, പക്ഷെ അവിടെ സമ്മതിക്കാത്ത കുറെ പേരുണ്ട്. ഈ പറഞ്ഞ ബിന്നിക്ക് PR ഇല്ലേ, ഈ പറയുന്ന ആർക്കാണ് PR ഇല്ലാത്ത? ഈ അവിടെ അനുമോൾക്ക് PR ഉണ്ടെന്ന് പറഞ്ഞ ബിന്നിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ PR ഉള്ളത്. അല്ലെങ്കിൽ ബിന്നി ഇത്രയും ദിവസമൊക്കെ അവിടെ നിന്ന് പോകുമോ? പിന്നെ ഏഷ്യാനെറ്റിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഏഷ്യാനെറ്റും കൂടെ മുന്തിന്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റും പിടിച്ച് അവിടെ നിർത്തിയേക്കുന്നു. അല്ലെങ്കിൽ ബിന്നി എന്ത് ഗെയിമാണ് അവിടെ കളിച്ചത് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയ? അതിലും നല്ല സ്ക്രീൻ സ്പേസ് ഒക്കെ നേടിയ ആളാണ് ജിസേൽ ഔട്ടായി, ഒനീൽ ഔട്ടായി. എന്ന് വെച്ചാൽ ബിന്നി ഒന്നും ചില വീക്കുകളിൽ കാണാൻ പോലും ഇല്ലായിരുന്നു, അവിടെ ഉണ്ടോന്ന് പോലും. ഇടയ്ക്കിടയ്ക്ക് പോയി അവിടെ ഇവിടെ നിന്നൊക്കെ ഒരു കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി പോകുന്നു എന്നുള്ളതല്ലാതെ PRകൾക്ക് പോലും പണിയെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ബിന്നി അവിടെ പെരുമാറിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ബിന്നി എന്തെങ്കിലും കാണിച്ചാലേ ഇവിടെ വെളിയിലെന്ന് PRകൾക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ. എന്തായാലും എത്ര PR കൊടുത്തിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും അകത്ത് പോകുന്ന കണ്ടസ്റ്റൻസ് അവിടെ ഗെയിം കളിച്ചാൽ മാത്രമേ PRകൾക്ക് ഇവിടുന്ന് വർക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ എടുത്തിട്ട് PR വർക്കിലൂടെ ഒന്നും മുന്നോട്ട് ഒരുപാടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തായാലും അനുമോൾ നല്ലൊരു ഗെയിമറാണ്. ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ്. PRന്റെ ഒരു ബലമില്ലെന്ന് പറഞ്ഞാലും 100 ദിവസം നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ഈ അനുമോള്. എന്തായാലും അനുമോൾ തന്നെ തുറന്ന് സമ്മതിച്ചു ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന്. അനുമോൾ ഇത് പറയുമ്പോൾ നമ്മൾ അനുമോളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ മൊത്തം കണ്ടസ്റ്റൻസിനെയും പോയിട്ട് ഈ PRകൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ മിക്ക ആൾക്കാരും PR കൊടുത്തിട്ടുമുണ്ട്. അവരൊരു എമൗണ്ട് വെച്ചായിരിക്കും കൊടുക്കുന്നത്, അതിന്റെ രീതി ഒന്നും നമുക്ക് അറിയത്തില്ല, എന്നാലും PR കൊടുത്തിട്ടുണ്ട്. അപ്പം PR എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. PRകളുടെ മാരക വേർഷനാണ് ഈ സീസണിൽ നടക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഈ ലക്ഷ്മി അവിടെ എന്താ ചെയ്യുന്നത്? ആതിരേ നൂറയുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന്റെ പേരിൽ അവിടെ കുറച്ച് ഫാൻസിനെ ഉണ്ടാക്കി. അതിനുശേഷം ലക്ഷ്മി അവിടെ ഒരു ഗെയിമും കളിക്കുന്നില്ല. പക്ഷെ ലക്ഷ്മി നിന്ന് പോകുന്നില്ലേ? ഇപ്പൊ എത്ര ആഴ്ചയായി ലക്ഷ്മി അവിടെ നിൽപ്പുണ്ട്. അതൊരു PRന്റെ ബലമെന്ന് തന്നെ ഞാൻ പറയും. അതുപോലെ തന്നെ സാബുമാൻ ഇപ്പൊ ഒരുപാട് പേര് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ എവിക്റ്റായി പോയ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സാബുമോന് അത്യാവശ്യം PR ഉണ്ട്. ഇല്ലെങ്കിൽ വാ തുറക്കാത്ത സാബുമാന് എവിടുന്ന ഇത്രയും വോട്ട്? സാബുമാൻ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് പോകുന്നത്? വാ പോലും തുറക്കാത്ത സാബുമാൻ. ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്നതെന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ വരെ എനിക്ക് തോന്നുന്നു ചൊറിഞ്ഞാൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അതുപോലുള്ള സംസാരമാണ്. ലാലേട്ടൻ വരെ ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടാ അത് ഇത് മറ്റേത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ അനുമോള് നല്ലൊരു ഗെയിമർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈ PR കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാലും അല്ലെ ഗെയിം കളിക്കണ്ടേ? ഗെയിം കളിച്ചാലല്ലേ PRകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇതുപോലെ അക്ബറിന് PR ഇല്ലേ? ഇപ്പൊ കുറെ പേര് തള്ളി വിടുന്നുണ്ട് അനുമോൾ സമ്മതിച്ചു, അനുമോൾക്ക് PR ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അനുമോള് സമ്മതിച്ചെന്ന് പറഞ്ഞാലും അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കൂ. മറ്റുള്ള കാര്യം ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാൻ ആരുടെയും സപ്പോർട്ട് ഒന്നുമല്ല കേട്ടോ. ഞാൻ ഈ PRന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. ആരും പുണ്യാളന്മാരൊന്നും അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ എനിക്ക് അത്യാവശ്യം അവിടെ കണ്ടിട്ടുള്ളതിൽ എല്ലാവർക്കും PR ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശക്തമായ PRകൾ ഉള്ളത് 3-4 കണ്ടസ്റ്റൻസിനാണ് അവിടുത്തെ. അല്ലെങ്കിൽ ഈ അക്ബർ ഇത്രയും കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഒക്കെ നടത്തി അക്ബറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ആരാ? ഏഷ്യാനെറ്റ് ഒരു സൈഡിൽ നിന്ന് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ PRും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അക്ബർ അവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അക്ബറിന് എന്ത് ക്വാളിറ്റിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? അവിടെ നിൽക്കാൻ പറ്റിയ ക്വാളിറ്റി ആയിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഒരു വില്ലനിസം കിട്ടി. ഒരു നായകൻ ഉണ്ടെങ്കിൽ ഒരു വില്ലൻ വേണമല്ലോ. ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഇപ്പൊ നായകനും നായികയും സെക്കൻഡ് ഹീറോയും വില്ലനും എല്ലാം ഈ സീസണിലുണ്ട്. ഓക്കെ, എന്തായാലും ഇവരൊക്കെ അവിടെ നിൽക്കേണ്ട ആൾക്കാർ തന്നെയാണ്. ഞാൻ പറയട്ടെ, അനീഷ്, ഷാനവാസ്, അനുമോള്, അക്ബർ, ഇവരൊക്കെ BB മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ അവരെ നമ്മൾ PR കൊടുത്തു എന്ന് പറഞ്ഞാലും PR ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും അവരൊക്കെ ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് പറയാം, BB മെറ്റീരിയൽ ആണെന്ന് പറയാം. ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. PRകൾ ഇല്ലാത്ത ആൾക്കാർ ആരും ഇല്ല. അനുമോളെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ അനുമോള് സമ്മതിച്ചെന്ന് പറഞ്ഞാൽ അനുമോൾ അങ്ങനെയാണ്. അനുമോള് മനസ്സിലൊന്നും വെക്കാത്ത ആളാണെന്ന് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ അനുമോൾക്ക് വേണമെങ്കിൽ അവിടെ ന്യായീകരിക്കാമായിരുന്നു. പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കില്ല, നിന്റെ അടുത്ത് ആരാ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു ന്യായീകരണമൊക്കെ നടത്തായിരുന്നു. പക്ഷെ അവിടെ അനുമോളെ ന്യായീകരണം ഒന്നും നടത്തിയില്ല. കൃത്യമായ കാര്യങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഫേക്കാണെന്ന് പറയാൻ പറ്റില്ല. അനുമോൾ റിയൽ ആണ്. അനുമോൾ അല്ലെങ്കിൽ അനുമോളുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതിനെ ന്യായീകരിച്ച് ഒരു പരുവത്തിൽ ആക്കിയേനെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് ബിന്നിയുടെ ഗെയിം, നിങ്ങൾ ബിന്നിയുടെ ഗെയിം പ്രത്യേകം ശ്രദ്ധിക്കാൻ ഞാൻ നേരത്തെ എന്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ടവർക്കറിയാം. കാരണം മറ്റൊന്നുമല്ല, ഈ നോവിന് പോയിട്ട് ശരിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് തലയണ മന്ത്രം നല്ല ഓതി കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയും എല്ലാ വിവരങ്ങളും A to Z ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിന്നി ഇനിയും കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ PR ആരാണ് അപ്പോൾ? ബിഗ് ബോസ് ആണ്.
ബിഗ് ബോസ് ആണ് ഏറ്റവും വലിയ PR പണി ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നൂബിനെ അകത്ത് വിട്ട് 3 ദിവസം കൊണ്ട് ബിന്നിക്ക് വെളിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ 16 ലക്ഷം കൊടുത്തോ 20 ലക്ഷം കൊടുത്തോ പോയവർക്കല്ല അതിലും വലിയ PR ചെയ്തത് ഈ പറയുന്ന ബിഗ് ബോസ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ വെളിയിൽ നടക്കുന്ന ഈ PR വിഷയങ്ങൾ കൃത്യമായിട്ട് ഒരു എമൗണ്ട് സഹിതം അല്ലെങ്കിൽ ഇന്ന ആൾക്കെല്ലാം PR ഉണ്ടെന്ന് കൃത്യമായിട്ട് ബിന്നി പറയണമെങ്കിൽ ഉറപ്പായിട്ടും ബിന്നിക്ക് അതുപോലെ ക്ലാസ് എടുത്തിട്ടാണ് നൂബിൻ പോയേക്കുന്നത്. ഇതിൽ നൂബിൻ പോയിട്ട് എനിക്കൊന്നും അറിയത്തില്ല രാമനാരായണ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ആരെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നു. പുള്ളി തന്നെ ഏറിയിപ്പം പുള്ളി എന്തൊക്കെയോ കിടന്ന് പറയുന്നു. എന്നുവെച്ചാൽ എന്റെ ഭാര്യ ചെയ്തതെല്ലാം ശരിയാണ്, അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇന്ന ആളാണ് തെറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യാൻ പിന്നെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാതിരുന്നത്. അത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവിടെ ആരാണ് തൂത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതെന്നും ആരാണ് നെഗറ്റീവ് എന്നും ആരാണ് അവിടെ എന്തൊക്കെ പോയി എന്തൊക്കെ ആരോടൊക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഭാര്യയായ ഭർത്താവ് ന്യായീകരിക്കും, ഭർത്താവിനെ ഭാര്യ ന്യായീകരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അത്രയുമേ തോന്നിയിട്ടുള്ളൂ. എന്തായാലും എനിക്ക് ഈ PR വിഷയത്തിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും PR ഉണ്ട്. ഈ പറയുന്ന പോലെ ആരും പുണ്യാളന്മാരൊന്നും അല്ല. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.